ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന പേപ്പറിൽ സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് എന്ന 4th ചാപ്റ്ററിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ്. ഓക്കെ, ഈ ചാപ്റ്ററിനകത്ത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയ, സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയ, ദെൻ സെലക്ഷൻ ഓഫ് പ്രോജക്റ്റ്, ഇത്രയും പാർട്ടാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ്. Then what do you mean by market and demand analysis? Market and demand analysis simply means analyzing the future potential demand. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് എന്ന് അനലൈസ് ചെയ്യുന്നതിനെയാണ് സിമ്പിളായിട്ട് മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. So it is the study of the market for the product and estimate the total demand. രണ്ട് കാര്യമാണ്. സോ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ മാർക്കറ്റ് ഫോർ ദ പ്രോഡക്റ്റ്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് എത്രത്തോളമാണെന്ന് സ്റ്റഡി ചെയ്യുക. അതേസമയം ആൻഡ് ടു എസ്റ്റിമേറ്റ് ദ ടോട്ടൽ ഡിമാൻഡ്, അതോടൊപ്പം അതിൻ്റെ ടോട്ടൽ ഡിമാൻഡ് എത്രത്തോളമാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. രണ്ട് കാര്യം. സോ ടു സ്റ്റഡി ദ മാർക്കറ്റ് ഫോർ ദ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് എത്രത്തോളമാണെന്ന് പഠിക്കുക. ആൻഡ് ടു എസ്റ്റിമേറ്റ് ദ ടോട്ടൽ ഡിമാൻഡ്, അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ ഡിമാൻഡ് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുക. ഇതിനെയാണ് നമ്മൾ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഈ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് നടത്തുന്നത് നോക്കാം. ബിഫോർ ദ പ്രൊഡക്ഷൻ ആക്ച്വലി സ്റ്റാർട്ട്, ദ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് ഹെൽപ്സ് ദ എൻ്റർപ്രണർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഫോർ ദ പ്രൊപ്പോസ്ഡ് പ്രോഡക്റ്റ്. ഓക്കെ, ബിഫോർ ദ പ്രൊഡക്ഷൻ ആക്ച്വലി സ്റ്റാർട്ട്, ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കൊമേഴ്ഷ്യൽ രീതിയിലുള്ള പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ദ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് ഹെൽപ്സ് ദ എൻ്റർപ്രണർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഫോർ ദ പ്രൊപ്പോസ്ഡ് പ്രോഡക്റ്റ്. ഒരു പ്രൊപ്പോസ്ഡ് പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിൽ അതിൻ്റെ ഡിമാൻഡും അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റും, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റും ഡിമാൻഡും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് സഹായിക്കും. ഓക്കെ, മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് ഹെൽപ്സ് ദ എൻ്റർപ്രണർ, ഒരു എൻ്റർപ്രണറെ സഹായിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? സോ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഫോർ ദ പ്രൊപ്പോസ്ഡ് പ്രോഡക്റ്റ്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് അതുപോലെ തന്നെ അതിൻ്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് സഹായിക്കും. ഓക്കെ, ദെൻ എന്താണ് മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസിൻ്റെ സ്റ്റെപ്സ് എന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ഓക്കെ, സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ്. മെയിൻലി ദർ ആർ 4 steps are included in market and demand analysis. First one, analyzing market demand and forecasting demand. Second, understanding the competitive situation. Third, understanding the trade practices. Then fourth, estimating future changes in the volume and pattern of demand and supply. So these are the 4 important steps involved in market and demand analysis. First one, analyzing market demand and forecasting demand. Second, understanding the competitive situation. Third, understanding the trade practices. Then fourth, estimating future changes in the volume and pattern of demand and supply. Then ഈ 4 സ്റ്റെപ്പുകളെ കുറിച്ച് ബ്രീഫായിട്ടൊന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, അനലൈസ് ഓഫ് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. രണ്ട് കാര്യമാണ് പറയുന്നത്. മാർക്കറ്റ് ഡിമാൻഡ് അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുക. ഓക്കെ, ഡിമാൻഡ് അനലൈസ് ചെയ്യുക, ദെൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുക. രണ്ട് കാര്യം. ഫസ്റ്റ് വൺ എന്താണ് അപ്പോൾ ഡിമാൻഡ് അനാലിസിസ്? ഡിമാൻഡ് അനാലിസിസ് റെഫേഴ്സ് ടു അസസിങ് ഓഫ് ദ വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി ഓഫ് ദ കസ്റ്റമേഴ്സ് ടു ബൈ പ്രോഡക്ട്സ് ഓർ സർവീസസ്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റോ ഒരു പർട്ടിക്കുലർ സർവീസോ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കസ്റ്റമറുടെ എബിലിറ്റി അതല്ലെങ്കിൽ വില്ലിംഗ്നെസ് അസസ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ സർവീസസ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൺസ്യൂമേഴ്സിൻ്റെ വില്ലിംഗ്നെസ് ഓർ എബിലിറ്റി അസസ്മെൻറ്റ് നടത്തുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയും. ഓക്കെ, ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ ഡിമാൻഡ് അനാലിസിസ്
ആർ എന്തൊക്കെയാണ് ഡിമാൻഡ് അനാലിസിസിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിമാൻഡ് അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ പ്രൈസ് ആണ്, ദെൻ നേച്ചർ ഓഫ് പ്രോഡക്റ്റ്, ദെൻ ഇൻകം ഓഫ് കസ്റ്റമേഴ്സ്, ദെൻ കോമ്പറ്റീഷൻ, ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് കസ്റ്റമേഴ്സ് എക്സെട്ര. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു ഡിമാൻഡ് അനാലിസിസ് നടത്തുന്ന സമയത്ത്, ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് അനാലിസിസ് നടത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രൈസ്, നാച്ചർ ഓഫ് പ്രോഡക്റ്റ്, ഇൻകം ഓഫ് കസ്റ്റമേഴ്സ്, കോമ്പറ്റീഷൻ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് കസ്റ്റമേഴ്സ് എക്സെട്ര. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കൺസ്യൂമേഴ്സിൻ്റെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ സർവീസസ് വാങ്ങിക്കുന്നതിനുള്ള വില്ലിങ്നെസ് ഓർ എബിലിറ്റി അസസ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. അതേസമയം അവിടെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് അനലൈസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ ഡിമാൻഡ്. ഫ്യൂച്ചർ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് എന്ന് എസ്റ്റിമേഷൻ നടത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസസിൻ്റെ ഭാവിയിലുള്ള ഡിമാൻഡ് എത്രത്തോളമായിരിക്കും, ഫ്യൂച്ചറിലുള്ള ഡിമാൻഡ് എത്രത്തോളമായിരിക്കും എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുക എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ പ്രോസസ്സ്. അതൊരു സിമ്പിൾ ആയിട്ടുള്ള പ്രക്രിയയല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ വരുന്ന ടെക്നിക്കുകളാണ്, ഒന്ന് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഉണ്ട്, കാഷ്വൽ മെത്തേഡ് ഉണ്ട്. ഇത്തരത്തിലുള്ള മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു കമ്പനി അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ദെൻ സെക്കൻഡ്, understanding the competitive situation. So to understand the competitive situation in respect of a given product, an entrepreneur is required to answer the following question. നമുക്കറിയാമല്ലോ, മോഡേൺ ബിസിനസ് വേൾഡ് എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. ഏതൊരു പ്രോഡക്റ്റിനും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ സോ ടു അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ്. നോക്കുക ഇവിടെ പറയുന്നത്, സോ ടു അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻ റെസ്പെക്ട് ഓഫ് എ ഗിവൺ പ്രോഡക്റ്റ്, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ മനസ്സിലാക്കണമെങ്കിൽ ആൻ എൻ്റർപ്രണർ ഈസ് റിക്വയർഡ് ടു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആവശ്യമാണ്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഹൗ മെനി ഫോംസ് ആർ ഓഫറിങ് ദ സെയിം ഓർ സിമിലർ ഗുഡ്സ് ഓർ സർവീസസ്. ഹൗ മെനി ഫേംസ് എന്നാണ്, അവിടെ തെറ്റിപ്പോയതാണ്, പ്രിൻ്റ് ചെയ്തെടുത്ത് നോക്കുക, ടൈപ്പ് ചെയ്തെടുത്ത് ഉള്ള മിസ്റ്റേക്കാണ്. ഹൗ മെനി ഫേംസ് ആർ ഓഫറിങ് ദ സെയിം ഓർ സിമിലർ ഗുഡ്സ് ഓർ സർവീസസ്. ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിനകത്ത് എത്ര ഫേമുകളുണ്ട് ഒരേ തരത്തിലുള്ള പ്രോഡക്റ്റോ സർവീസോ ഓഫർ ചെയ്യുന്നത് എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരു പേസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഒരു പേസ്റ്റാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ എത്രത്തോളം കമ്പനികൾ ഏതൊക്കെ തരത്തിലുള്ള പേസ്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഹൗ മെനി ഫേംസ് ആർ ഓഫറിങ് ദ സെയിം ഓർ സിമിലർ ഗുഡ്സ് ഓർ സർവീസസ്. ഇപ്പോൾ ഒത്തിരി കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്? പേസ്റ്റുകൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം കമ്പനികളുണ്ട്, ഏതൊക്കെ കമ്പനികളാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ, വാട്ട് ആർ ദെയർ മാർക്കറ്റ് ഷെയർസ്. അവരുടെ മാർക്കറ്റിൽ ഓരോ കമ്പനിയുടെയും ഷെയർ എത്രത്തോളമാണ്. അപ്പോൾ പേസ്റ്റിൻ്റെ മാർക്കറ്റിലാണെങ്കിൽ കോൾഗേറ്റ്, ക്ലോസപ്പ് ഇതൊക്കെയാണ് ഏറ്റവും ലീഡ് ചെയ്തിരിക്കുന്ന മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനികൾ. അപ്പോൾ ഏതൊക്കെ കമ്പനിക്ക് എത്രത്തോളം മാർക്കറ്റ് ഷെയർ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ദെൻ വാട്ട് ആർ ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഓഫ് ദെയർ പ്രോഡക്റ്റ്. ഓരോ കമ്പനിയുടെയും പ്രോഡക്റ്റിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുക. ദെൻ ട്രേഡ് പ്രാക്ടീസസ് ദ കോമ്പറ്റീറ്റേഴ്സ് എംപ്ലോയ്. ഏതൊക്കെ ട്രേഡ് പ്രാക്ടീസസ് ആണ് കോമ്പറ്റീറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ദെൻ ഹു ആർ ദ മേജർ കൺസ്യൂമേഴ്സ് ഓഫ് ഈച്ച് ബ്രാൻഡ്. ഓരോ ബ്രാൻഡിൻ്റെയും പ്രധാനപ്പെട്ട കൺസ്യൂമേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെയുള്ള ആൻസർ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ദ ആൻസേഴ്സ് ടു ദ എബോവ് ക്വസ്റ്റ്യൻ മേ ബി ലീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ. എത്രത്തോളമാണ് നമ്മുടെ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുക എന്ന് ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ ആൻസർ ലഭിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസിലെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ദെൻ തേർഡ്, അണ്ടർസ്റ്റാൻഡിങ് ദ ട്രേഡ് പ്രാക്ടീസസ്.
Okay, trade practices reveal the mode and means of serving consumers with products and services. കൺസ്യൂമേഴ്സിന് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന മോഡ് അല്ലെങ്കിൽ മീൻസിനെയാണ് നമ്മൾ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് the providing trade practices would enable entrepreneurs to prepare more realistic plan for marketing the products and services. ഇത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിൻ്റെ സ്റ്റഡി ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള ഒരു റിലയബിൾ ആയിട്ടുള്ള പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു എൻ്റർപ്രണറെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ പറഞ്ഞു ഹൈലി കോമ്പറ്റീറ്റീവ് ആണ് മോഡേൺ ബിസിനസ് വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രേഡ് പ്രാക്ടീസസിൻ്റെ കൃത്യമായിട്ടുള്ള മനസ്സിലാക്കൽ അയാൾക്ക് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത്, എസ്റ്റിമേറ്റിംഗ് ദ ഫ്യൂച്ചർ ചേഞ്ചസ് ഇൻ ദ വോളിയം ആൻഡ് പാറ്റേൺ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. Possible future changes in the volume and pattern of the supply and demand should also to estimated to assess the long run prospects of the unit. ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഡിമാൻഡ് ആൻഡ് സപ്ലൈ പാറ്റേണിലുള്ള ചേഞ്ചസ് ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള മാറ്റങ്ങൾ അതല്ലെങ്കിൽ അതിൻ്റെ ലോങ് ടേം ആയിട്ടുള്ള നടത്തിക്കൊണ്ടുപോക്കിന് വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്താറുണ്ട്. അവിടെ ഡിമാൻഡ് സൈഡിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സപ്ലൈ സൈഡിൽ വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ ചേഞ്ചസ് ഇൻ ദ വോളിയം പാറ്റേൺ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ സുഗമമായിട്ടുള്ള ലോങ് ടേമിലുള്ള നടത്തിക്കൊണ്ട് പോക്ക് എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡിമാൻഡ് സൈഡിലും അതുപോലെ തന്നെ സപ്ലൈ സൈഡിലും കൺസിഡർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഫോർത്ത് സ്റ്റെപ്പിനകത്ത് പറയുന്നത്. നോക്കാം നമുക്ക്. ഓൺ ദ ഡിമാൻഡ് സൈഡിനകത്ത് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. താഴെ പറയുന്ന കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ദ പൊട്ടൻഷ്യാലിറ്റീസ് ഓഫ് ദ എക്സ്പോർട്ട് മാർക്കറ്റിനകത്തുള്ള പൊട്ടൻഷ്യാലിറ്റീസ് എത്രത്തോളമുണ്ട്. ദെൻ ദ ലൈക്ലി ചേഞ്ചസ് ഇൻ ദ ഇൻകം ആൻഡ് പ്രൈസ് ലെവൽ. ഓക്കെ, പ്രൈസ് ലെവലിലും അതുപോലെ തന്നെ ഇൻകം ലെവലിലും വരുന്നിട്ടുള്ള മാറ്റങ്ങൾ എത്രത്തോളമാണ്. ദ മൾട്ടിപ്പിൾ യൂസ് ഓഫ് ദ പ്രോഡക്റ്റിൻ്റെ മൾട്ടിപ്പിൾ യൂസ്. ദെൻ കോൺസിക്വൻറ്റ് എഫക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, കോൺസിക്വൻസ് എഫക്റ്റ് എത്രത്തോളമുണ്ട് നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട്. ദെൻ ദ ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജിക്കൽ ഇമ്പാക്റ്റ് എത്രത്തോളമുണ്ട്. അതുപോലെ തന്നെ ദ പ്രോബബിൾ മാർക്കറ്റ് ഷെയർ ഓഫ് ദ പ്രോഡക്റ്റിൻ്റെ പ്രോബബിൾ മാർക്കറ്റ് ഷെയർ എത്രത്തോളമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഡിമാൻഡ് സൈഡിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്. ഓക്കെ, ദെൻ പിന്നീട് ഓൺ ദ സപ്ലൈ സൈഡിൽ താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. കോമ്പറ്റീറ്റീവ് പൊസിഷൻ ഓഫ് ദ പ്രൊപ്പോസ്ഡ് യൂണിറ്റ്, ദെൻ എക്സിസ്റ്റിംഗ് ആൻഡ് പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്റേഴ്സ്, ദെൻ എക്സ്റ്റെൻസ് ഓഫ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, ദെൻ പോസിബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ഡ്യൂ ടു ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, ദെൻ ദ ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ പ്രൊപ്പോസ്ഡ്, then provision of after sales service, then the proposed designing and packaging etc. അപ്പോൾ ഈ ഫോർത്ത് സ്റ്റെപ്പിനകത്ത് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ഓൺ ദ ഡിമാൻഡ് സൈഡ് ഏതൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം, അതുപോലെ തന്നെ സപ്ലൈ സൈഡിൽ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ഘടകങ്ങളെ നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സ്ഥാപനത്തിൻ്റെ നല്ല സുഗമമായിട്ടുള്ള ഫ്യൂച്ചറിലേക്കുള്ള നടത്തിക്കൊണ്ട് പോക്കിന് വളരെ വലിയ സ്വാധീനം ചെലുത്തുമെന്നുള്ളതാണ് പറയുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഈ ഹെഡിന് താഴെ എന്താണ് ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് അനാലിസിസ് പറഞ്ഞു. ദെൻ അതിൻ്റെ 4 സ്റ്റെപ്സ് ആണ്: അനലൈസിങ് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ്, അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ, ദെൻ അണ്ടർസ്റ്റാൻഡിങ് ദ ട്രേഡ് പ്രാക്ടീസസ്, ദെൻ എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ ചേഞ്ചസ് ഇൻ ദ വോളിയം ആൻഡ് പാറ്റേൺ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഓക്കെ, ഈ 4 പോയിന്റുകൾ ഓർത്ത് വെക്കുക. ഇത്രയാണ് ഈ ഹെഡിന് താഴെ വരുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.